ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും മഴതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലാകെ കൺഫ്യൂഷനാണ്. കാരണം നമ്മുടെ ബബിതയ്ക്കും രോഹിത്തിനും ഒക്കെ തല പറക്കണം. കാരണം എന്ന് വെച്ചാൽ അത് അങ്ങറ്റവും ഇങ്ങറ്റവും തമ്മിൽ കൂട്ടി യോജിക്കുമ്പോൾ അതൊരു പരിസമാപ്തിയിലോട്ട് എത്തുന്നില്ല. ആകെ കൺഫ്യൂഷനാണ്. ഏതാണ് വാസ്തവം എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ബബിതയും രോഹിത്തും കൃഷ്ണമോളും കൂടെ ചർച്ച ചെയ്യാണ്. അല്ല, രോഹിത്ത് പറഞ്ഞല്ലോ ഫാദറിൻ്റെ മുമ്പിൽ വെച്ച് ബാലചന്ദ്രനല്ല എൻ്റെ അച്ഛനെന്ന് അലീന പറഞ്ഞത്. അപ്പം നമ്മുടെ ബബിത ചോദിക്കണ, അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ ചേച്ചിയാണെന്നും പറഞ്ഞ് രക്തബന്ധമാണ് എന്ന് പറഞ്ഞ് അലീന ചേച്ചിയെ നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുകയും കരുതുകയൊക്കെ ചെയ്തല്ലോ രോഹിയേട്ടാ, ഇതെന്താ ഇപ്പം ഇങ്ങനെ പറയണേ? അപ്പോൾ രോഹി പറഞ്ഞു, അതിന് രക്തബന്ധമുണ്ട്, പക്ഷെ അച്ഛൻ്റെ മകളല്ല. എനിക്ക് പറ്റില്ല, ഇതെന്താ ഈ പറയണേ? അച്ഛൻ്റെ മകളല്ല, എന്നാൽ രക്തബന്ധമാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കണു, എന്നെ കൺഫ്യൂഷനിലാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ഭയങ്കരമായിട്ട് ഇതാവാണ്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അതെ അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല, പക്ഷെ നമ്മുടെയൊക്കെ സ്വന്തം ചേച്ചി തന്നെയാണ്. അതിപ്പോൾ അച്ഛൻ്റെ മകളാവണമെന്നുണ്ടോ? നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് പിന്നെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. എടി നീ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ബബിതയും രോഹി മുഖത്തോട് നോക്കിയാണ്. ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്കറിയില്ല. അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചി തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. കാരണം ബബിത പറഞ്ഞു, കോളേജിലും ഫ്രണ്ട്സിൻ്റെ അടുത്തുമൊക്കെ പറഞ്ഞു എൻ്റെ സ്വന്തം ചേച്ചിയാണ് അലീന ചേച്ചിയെന്ന്. അപ്പോൾ ഇനി അത് അല്ല എന്ന് പറയുമ്പോൾ എനിക്കത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബബിതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. രോഹിക്ക് കുറച്ച് ദിവസമായിട്ട് ഇതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് രോഹിക്കും കഴിഞ്ഞില്ല. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിച്ചേക്കണേ. അങ്ങനെ ആകെ കൺഫ്യൂഷനായി. അങ്ങനെ കൃഷ്ണമോൾ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവേണ്. നമ്മുടെ ബബിത വിചാരിക്കണു, അച്ഛനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ വാസ്തവം എന്താണ്, എനിക്കറിയണം രോഹിയേട്ടാ, ഞാൻ ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ബബിത പോവേണ് ബാലേന്ദ്രൻ്റെ റൂമിലോട്ട്. അച്ഛാ, എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലി സംസാരിക്കാനുണ്ട്. എന്താണാവോ? അതൊക്കെ ഉണ്ട്. അച്ഛൻ കറക്റ്റായിട്ടുള്ള ആൻസർ തരണം, എനിക്ക് ഭയങ്കര ടെൻഷനും കൺഫ്യൂഷനുമാണ്. നീ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ചോദിക്കുക, എന്താടി മോളെ പറയേ? അച്ഛൻ്റെ മകളല്ലേ അലീന ചേച്ചി? അപ്പോൾ പെട്ടെന്ന് ബാലേന്ദ്രനൊന്ന് ഷോക്കാവേണ്. അതെന്താടി മോളെ ഇപ്പം നിനക്കൊരു സംശയം? അലീന ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണോ അല്ലയോ അതറിഞ്ഞാൽ മതി. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയും, എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കണം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കണം, ഇപ്പം എന്തേ നിനക്ക് അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ബബിത പറഞ്ഞു, അതെ രോഹിയേട്ടൻ്റെ കോളേജിൽ പോയ സമയത്ത് അലീന ചേച്ചി ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എൻ്റെ അച്ഛനല്ല ബാലചന്ദ്രൻ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വാസ്തവം എനിക്കറിയണം. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അലീന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു പക്ഷേ ശരിയായിരിക്കും. അച്ഛൻ എന്താ ഈ പറയണത്? അപ്പോൾ അലീന ചേച്ചി അച്ഛനല്ലേ പറഞ്ഞത് അലീന ചേച്ചി നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്, നിങ്ങളെ ഒരു കൂടപ്പിറപ്പുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്താ ഒറ്റയടിക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കണത്? അതെ അലീന നിങ്ങളുടെ കൂടപ്പിറപ്പ് തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. വീണ്ടും എനിക്ക് കൺഫ്യൂഷൻ ആവാം അച്ഛൻ എന്തിനാ ഇങ്ങനെ എന്നെ കൺഫ്യൂഷൻ ആക്കണം? അച്ഛൻ സത്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയുക. അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല, എന്നാൽ എൻ്റെ സ്വന്തം ചേച്ചിയാണ്. ഇതെങ്ങനെ ശരിയാകും? അതെ ഇത് നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അലീന ചേച്ചിയോട് തന്നെ പോയി ചോദിക്കുക, അതല്ലേ കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് ബാലേന്ദ്രൻ വേറെന്തോ ഇതിലോട്ട് പോവാണ്. അപ്പോൾ ബബിത നിന്ന് ആലോചിക്കുകയാണ്, അല്ല പറഞ്ഞത് ശരിയാണല്ലോ, അലീന ചേച്ചിയോട് തന്നെ ഇതിൻ്റെ വാസ്തവം ചോദിക്കണമല്ലോ, എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താണ്ട് ഞാൻ അടങ്ങില്ല. അങ്ങനെ നമ്മുടെ ബബിത നേരെ നമ്മുടെ അലീനയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴേ അലീനയുടെ അടുത്ത് പറഞ്ഞു, അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അപ്പം അലീന പറയും, എന്താണാവോ? കയറി വാ, ചോദിക്ക്, ഞാൻ മറുപടിയൊക്കെ പറയാം. അപ്പോൾ പറയും, അതെ അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ? അപ്പോൾ പറയാം, അതെ. അപ്പോൾ ബാലചന്ദ്രൻ്റെ മകളല്ല എന്ന് പറഞ്ഞ് എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ അലീന വേഗം പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയാണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാര്യം എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ബബിത എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അത് ബേസ് ചെയ്ത് വന്ന് ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ രോഹിത്തിനും ബബിതയ്ക്കും ആ സത്യം അറിയണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അലീന വിട്ടുകൊടുത്തില്ല കേട്ടോ. അലീന പറഞ്ഞു, അതെ
ഞാൻ ബാലചന്ദ്രൻ എൻ്റെ മകളല്ല എന്നത് സത്യം തന്നെയാണ്, പക്ഷെ ഞാൻ നിൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ്. അവിടെയും കൺഫ്യൂഷനാണ് ബബിതയ്ക്ക്. സ്വന്തം കൂടപ്പിറപ്പോ? എൻ്റെ അച്ഛന് മകളായിട്ട്, അച്ഛൻ്റെ മകളായിട്ട് ജനിക്കേണ്ട അലീന ചേച്ചി പിന്നെ എങ്ങനെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പാകുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവില്ല. എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലെന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ? അച്ഛനോട് ചോദിച്ചു, കൃഷ്ണമോളോട് ചോദിച്ചു, ആർക്കും അറിയില്ല. എന്നാൽ കൂടപ്പിറപ്പാണെന്നും പറയുന്നുണ്ട്. ഭ്രാന്ത് പിടിപ്പിക്കല അലീന ചേച്ചി, എന്താണെങ്കിലും ഒന്നും പറയുക. അപ്പോൾ അലീന പറഞ്ഞു, കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ നിന്നോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താ ഇപ്പോൾ പറഞ്ഞാൽ വീണ്ടും കൺഫ്യൂഷനാക്കിയാണ്. കാരണം അലീനയുടെയും ബാലചന്ദ്രൻ്റെയൊക്കെ സംസാരത്തിൽ അങ്ങനെ ഒരു ടോക്ക് വരെയാണ്. കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നൊന്നും ഒരു പിടുത്തവും കിട്ടില്ല. അങ്ങനെ അലീനയും ഒരു മറുപടി തക്ക രീതിയിൽ നമ്മുടെ ബബിതയ്ക്ക് കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ബബിത ആകെ കൺഫ്യൂഷനായിട്ട് റൂമിൽ തന്നെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് വരെയാണ്. ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോള് നമ്മുടെ അലീനയുടെ റൂമിൽ പോവുകയാണ്. എന്നിട്ട് കൃഷ്ണമോള് കാര്യങ്ങളൊക്കെ സങ്കടത്തോടെ തന്നെ പറയണം. ബബിത ചേച്ചിക്കും അതുപോലെ തന്നെ രോഹിയേട്ടനും ആകെ കൺഫ്യൂഷനാണ്. അവർക്കിതിൻ്റെ വാസ്തവമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അലീന പറഞ്ഞു, നിനക്കറിയാം എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ സമയമായിട്ടില്ല, അവരോട് സത്യങ്ങളൊന്നും പറയേണ്ട മോളേന്ന് അലീന പറയണം. പക്ഷെ എങ്ങനെ പറയാണ്ടിരിക്കും അലീന ചേച്ചി? ഈ അമ്മയുടെ ഹുങ്കിച്ചിരി അങ്ങോട്ട് കുറയട്ടെ, അമ്മ എന്താ കിടന്ന് കാണിക്കണത് എന്നുള്ള രീതിയിൽ കൃഷ്ണമോള് പറയണം. പക്ഷെ അരുത് മോളെ, അമ്മ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ എത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ വൈജയന്തി ഒരിക്കലും ഈ സത്യം, അതായത് താൻ പ്രസവിച്ച മകളാണ് അലീന എന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്കത് കിട്ടില്ല. അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് എന്നേക്കുമായിട്ട് അമ്മയെ നഷ്ടപ്പെട്ടെന്ന് വരെ വരാം എന്നൊക്കെ അലീന പറഞ്ഞപ്പോൾ കൃഷ്ണമോക്കും അതിനൊരു പേടി വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ അമ്മ ഒരു നാണക്കേട് കൊണ്ട് ചിലപ്പോൾ അമ്മ അങ്ങനെ ചെയ്താലോ എന്നൊരു ഭയപ്പാട് കൃഷ്ണമോക്കും വരുന്നുണ്ട്. അതുകൊണ്ട് അലീന പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ അമ്മയുടെ മകളാണ് എന്ന ആ രഹസ്യം ഇപ്പോൾ എന്തായാലും ബബിതയോ അല്ലെങ്കിൽ രോഹിത്തോ അറിയണ്ട, മോളുടെ വായിന്ന് എന്തായാലും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ ആകെ ഒരു വിഷമമാവാണ്. കാരണം അലീനയുടെ അടുത്ത് അത്രയും ഹാർഡായിട്ടൊന്നും ബാലചന്ദ്രൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആകെ ഒരു ടെൻഷനാണ്. അങ്ങനെ കാര്യം എന്താ ഏതാണെന്നൊന്നും ഒരു പിടുത്തമില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ നേരെ ചെന്നില്ലാണ്. എന്നിട്ട് പറഞ്ഞു, അലീനെ മോളെ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിന്നെ ഇത്രയും നാളും ഒരു അച്ഛൻ്റെ സ്നേഹം തന്ന് നിന്നെ നോക്കിയതൊക്കെ ഞാനല്ലേ? എന്നെ എൻ്റെ കുടുംബത്തെയും നീ ഇട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടാണ് മോളെ പോകണമെന്ന് ചോദിക്കുക. അച്ഛാ, എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളോ ആരും വിട്ടു പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ ലോകത്ത് ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ എന്ന രീതിയിൽ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തത് അച്ഛനെ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വിട്ടു പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നമ്മുടെ രോഹിത്തിനോ ബബിതയ്ക്കോ കൃഷ്ണമോക്കോ അവരുടെ അമ്മ ഇല്ലാത്തൊരു ജീവിതം പാടില്ല. അച്ഛനും അമ്മയും ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് താമസിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ ഒരിക്കലും തടസ്സമാകാൻ പാടില്ല എന്നുള്ളത് അലീന പറയണേ. നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോയി എന്ന് വെച്ചാൽ ഞാനും വൈജയന്തിയും ഇനി ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, അവിടെ നിനക്ക് തെറ്റി. ബാലചന്ദ്രൻ ഇനി അവളുടെ മുന്നിൽ താന്നു കൊടുക്കുന്നത് നീ വിചാരിക്കേണ്ട. നീ ഒന്ന് ആലോചിച്ച് നോക്കേ, എന്തെങ്കിലും അഹങ്കാരത്തിനൊരു പൊടിമണി അവൾക്ക് കുറവുണ്ടോ? അവൾ എന്താ കിടന്ന് കാണിക്കുന്ന അഹങ്കാരം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അവളുടെ ജീവിതത്തിൽ അവൾ ഇന്ന് വരെ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സോ എന്തെങ്കിലും കാണാനായിട്ട് അവൾ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ കൂടെ 22 വർഷത്തോളം ജീവിച്ചിട്ടും അവൾ ആ ഒരു വലിയ സത്യം എന്നോട് ഒളിച്ചു വെച്ചു. അതെല്ലാം പോട്ടെ, ഞാനിതറിഞ്ഞു. എന്നിട്ടും അവളുടെ അഹങ്കാരം, അവൾ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത വ്യക്തി എന്ന രീതിയിൽ ഒരു നുള്ളെങ്കിലും അവൾ താന്നു നിന്നിട്ടുണ്ടോ? പറ്റില്ല. വലിയ കൈതക്കൽ മാളിക വീട്ടിലെ മോളാ. അതുകൊണ്ട് നീ അവളെ എന്നെയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നീ ഇവിടെ നിന്ന് പോകാനാണെങ്കിൽ എൻ്റെ പൊന്നു അലീനെ, നീ അതിൽ തോറ്റു പോകത്തേ ഉള്ളൂ. പിന്നെ എൻ്റെ മക്കളുടെ ജീവിതം, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് എന്നെ ചികിത്സിച്ചത് എൻ്റെ മക്കൾ പല രീതിയിൽ വഴിതെറ്റിപ്പോയി പല രീതിയിലും ചെന്ന് അകപ്പെട്ടിട്ടും എൻ്റെ മക്കളെ അവിടെ നിന്നും ഇവിടെ നിന്നും കോർത്ത ഒരു അമ്മയെപ്പോലെ, സ്വന്തം സഹോദരിയെപ്പോലെ അവരെ ചേർത്ത് പിടിച്ച് ഇന്ന് ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് നീയാണ്. നീ ഈ കുടുംബം വിട്ടിറങ്ങിയാൽ അലീന അതെല്ലാം താറുമാറാകും. അതുകൊണ്ട് ഒരിക്കലും നീ ഈ കുടുംബം വിട്ട് പോകരുതെന്ന് പറയണേ. അച്ഛനെ ഞാൻ ഈ ലോകത്ത് ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും അലീന പറയില്ല. കാരണം ഞാൻ അത്രയ്ക്ക് അച്ഛനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ അലീന
ഇങ്ങനെ പറയണം. അപ്പോഴേക്കും ബാലചന്ദ്രൻ അലീനെ ചേർത്ത് നിർത്തണം, ഒരു മകളെ പോലെ സ്നേഹിക്കുകയാണ്. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. വല്ലാത്തൊരു സീനും കാര്യങ്ങളൊക്കെയാണ് അലീനയുടെയും ബാലചന്ദ്രൻ്റെയും ഒക്കെ. അതുപോലെ തന്നെ ബബിതയാണെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ബബിതയ്ക്ക് ഒരു തീരുമാനം എത്താൻ പറ്റുന്നില്ല. കാരണം അമ്മ പോകാൻ പാടില്ല, അലീന ചേച്ചി പോകാൻ പാടില്ല, എന്നാൽ അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല, എന്നാൽ രക്തബന്ധമാണ്. എങ്ങനെ നോക്കിയാലും അതിനൊരു എൻഡ് കിട്ടുന്നില്ല. ആ ഒരു കൺഫ്യൂഷൻ. രോഹിത്തും അതേ സിറ്റുവേഷൻ തന്നെയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇവരൊക്കെ ഈ സത്യം തിരിച്ചറിയുമോ, അവരോട് ആരാ പറയുക, ഇതൊക്കെ നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. വൈജയന്തി സ്വന്തം മകളാണ് അലീന എന്ന സത്യം അറിയുമോ എന്ന ഒരു ചോദ്യചിഹ്നത്തോടു കൂടെ തന്നെ നമുക്ക് നാളെ വരാനിരിക്കുന്ന പ്രൊമോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.